എല്ലാവർക്കും നമസ്കാരം. ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറയാൻ കാരണം സുപ്രിയ ബാംഗ്ലൂരിൽ നിന്നാണ് അയച്ചു തന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റാണ്. നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യണം. എന്താണ് റിക്വസ്റ്റ് എന്ന് നിങ്ങൾ അവസാനമാകുമ്പോൾ കേൾക്കാട്ടോ. സർ, അടുത്തിടെ ഒരു അനുഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെത്തിയത്. ഫെബ്രുവരി 24-ന് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. സർ, അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ത്രിമധുരം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എൻ്റെ അനുഭവം കേട്ട് എനിക്ക് നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും ഞാൻ വളരെ നന്ദിയുള്ളവളായിരിക്കും. സാർ, ഇത് വായിക്കാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. സാർ, എൻ്റെ മലയാളത്തിലെ വ്യാകരണ തെറ്റുകൾ ക്ഷമിക്കണം. സാർ, എൻ്റെ പേര് സുപ്രിയ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഡിസംബർ 25-ന് എൻ്റെ മകളോടും ബന്ധുക്കളോടും ഒപ്പം ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞങ്ങൾക്ക് 6 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. ക്യൂ അനങ്ങുന്നില്ല. അന്വേഷിച്ചപ്പോൾ ക്ഷേത്രം പൂജയ്ക്കായി അടയ്ക്കുമെന്നും ദർശനത്തിനായി രാത്രി 9 മണിയോടെ മാത്രമേ തുറക്കൂ എന്നും പറഞ്ഞു. ഞങ്ങൾക്ക് പാലക്കാട്ടേക്ക് മടക്കേണ്ടി വന്നുട്ടോ. കൂടുതൽ നേരം കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും വളരെ നിരാശരായി. ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ ഭഗവാനോട് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ ഒരാൾ വന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ തന്നെ ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയതുപോലെയായിരുന്നു അത്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അകത്ത് കടന്ന ഉടനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നെ തള്ളി മാറ്റി. എനിക്ക് ശരിക്കും വിഷമവും സങ്കടമൊക്കെ തോന്നി. ഭാരിച്ച ഹൃദയത്തോടെ ഞാൻ പാലക്കാട്ടേക്കും പിന്നീട് ബാംഗ്ലൂരിലേക്കും മടങ്ങി. ഞങ്ങൾ തിരിച്ചെത്തിയ ദിവസം മുതൽ എൻ്റെ മകൾക്ക് കടുത്ത പനിയും മരുന്നുകളോടുള്ള പ്രതികരണമൊക്കെ കുറവായിരുന്നു. സുഖം പ്രാപിക്കാൻ 20 ദിവസം എടുത്തു. താമസിയാതെ ജനുവരി 25-ന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എന്നെ ICUവിൽ പ്രവേശിപ്പിച്ചു. ഉയർന്ന BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കാരണം. ഇപ്പോൾ ഞാൻ ചികിത്സയിലാണ്. സുഖം പ്രാപിക്കുന്നു. പക്ഷേ എനിക്ക് കുറ്റബോധം തോന്നുന്നു. ഇത്രയും കഷ്ടപ്പെട്ടതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. വളരെ പ്രധാനമായിട്ട് എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം എൻ്റെ കഷ്ടപ്പാടുകൾ കൂട്ടി. എൻ്റെ തെറ്റും എനിക്കെന്ത് പരിഹാരവും ചെയ്യാൻ കഴിയുമെന്ന് ആരെങ്കിലും എന്നോട് പറയൂ. ഗുരുവായൂരപ്പൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സർ, ദയവായി ഇത് എനിക്ക് വേണ്ടി വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി സാർ. എല്ലാവരും കമൻറ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയുക. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പൻ അങ്ങനെ ആരോടും ദേഷ്യം പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ ചില കർമ്മഫലങ്ങളുണ്ടാവും. നമ്മളതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ഭഗവാനെ കാണാൻ പറ്റുക, കാണാതിരിക്കാൻ പറ്റുക, അതിനൊക്കെ ഓരോ സമയവും നിമിത്തവും ഒക്കെ ഉണ്ടല്ലേ. ഗുരുവായൂർ വരുന്ന എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതേ അനുഭവങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. വന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വരികയില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ ഭഗവാൻ അവിടത്തേക്ക് വരുത്തും. അതിനൊരു സമയം ഉണ്ടാവും. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കൂടുതൽ ഞാൻ പറയുന്നില്ല. കമൻറ്റിൽ നിങ്ങൾ പറയുക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഈ ഒരു അനുഭവം ഇതൊരു അനുഭവം മാത്രമല്ല, ഇതൊരു റിക്വസ്റ്റ് കൂടിയാണല്ലേ. എല്ലാവരും കേട്ടിട്ട് നിങ്ങളാൽ കഴിയുന്ന ഉപദേശങ്ങളൊക്കെ സഹോദരിക്ക് നൽകുക. ഈ ദിവസം എല്ലാവർക്കും ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ.